അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം എല്ലാവരെയും? സുഖമല്ലേ? നല്ല മഴയാണ് പുറത്ത്. ഞാൻ റൂമിലാണുള്ളത്. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൈകിട്ടാണ് എണീച്ച്, സ്കൂളിലാലോ. പിന്നെ ഇതൊക്കെ മടക്കി വെക്കാനുള്ളതാണ്, ഇത് അലക്കാനുള്ളതാണ്. ഇതാണ് എൻ്റെ റൂമൊക്കെ. പിന്നെ ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇത് മുല്ല കേട്ടോ. ഇന്നലെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നപ്പോൾ അതിന് പോയി വന്നേരാം. അത് തലേന്ന് അയച്ചിട്ട് ഇവിടെ കൊളുത്തി വെച്ചാൽ പിന്നെ മറന്നുപോയി. പിന്നെ കിച്ചണിലേക്ക് പോവുകയാണ്. ഇന്നലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ ഉണ്ട് പുറത്ത്. കണ്ടോ, പാത്രങ്ങളൊക്കെ പുറത്താണുള്ളത്. ഒക്കെ കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് രാത്രി വെച്ചതാണ്. ഇന്നലെ പരിപാടി കഴിഞ്ഞ് വന്നേരാം. ഗസ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല കേട്ടോ, നമ്മളെ അയൽവാസിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ ഓലൊന്ന് ക്ഷണിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഓരോ എവിടെയോ സൽക്കാരം കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞ്, അപ്പോൾ പിന്നെ ഫുഡ് രാത്രിയത്തെ നമ്മളെ വീട്ടിൽ നിന്നാക്കി. അങ്ങനെയാണ്. എൻ്റെ കിച്ചണിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞില്ല കേട്ടോ. അതാ കണ്ടോ, കുറച്ചും കൂടെ ഉണ്ട്. അപ്പോക്സിൻ്റെ പണിയുണ്ട്. ഇതൊരു അടുപ്പ് വാങ്ങിച്ചാട്ടോ ഞാൻ. സൂപ്പർ അടുപ്പാണ്. ഇതിങ്ങനെ ഇവിടുന്ന് പൊക്കിയിട്ട് കണ്ടോ, ഇവിടുന്ന് പൊക്കിയിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. നല്ല അടുപ്പാണ്, ഇൻഡക്സിൻ്റെ. പിന്നെ വേറെന്താ, പുറത്ത് കേട്ടോ നിങ്ങൾ സൗണ്ട് കേട്ടോ. നല്ല മഴ, നല്ല മഴ. ചോറ്റിന് വെള്ളം വെച്ച ഇതാണ് കേട്ടോ. അത് അടുപ്പ് പൊക്കാതെ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഫുള്ളിങ്ങനെ പൊക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒക്കെ തുടച്ചിട്ട് ക്ലിയറാക്കാം, മൊത്തം ക്ലിയറാക്കാം. ഉണ്ടോ? എന്നിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ട്, അതിങ്ങനെ വലിച്ചാൽ, ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ അതിങ്ങനെ താമി വരും. കണ്ടോ, അടുപ്പിന് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 9, 8 എത്രയാണ് കേട്ടോ, 9-നുള്ളിൽ. പിന്നെ വിശദമായിട്ടൊക്കെ ഇത് അടുപ്പ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല, ഫിറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. കണ്ടോ, പിന്നെ എൻ്റെ ഫ്ലവറുകൾ, ചെടികൾ, മണി പ്ലാന്റ്. പിന്നെ എൻ്റെ ഫ്രിഡ്ജ് ഇതാ LG-ൻ്റെ ആട്ടോ. 1,10,000 ഫ്രിഡ്ജിൻ്റെ റേറ്റ്. ഇതൊക്കെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി വെക്കണം. പിന്നെ അത് ആ ബീഫുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒക്കെ കറി ഉണ്ടാക്കണം. എല്ലാ പണികളും ഉണ്ട്. മഴയും തണുപ്പുമായിട്ട് ഒന്നിനും ഒരു താല്പര്യമല്ല. ഒന്നിനെ വെച്ചിൻ്റെ പണി എടുക്കാൻ വേണ്ടി താല്പര്യമില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ എന്തെങ്കിലും ചൂടുള്ള കട്ടൻ ചായയും എന്തെങ്കിലും കുടിച്ചും തിന്നും ഇങ്ങനെ ഇരിക്കുക, നല്ല രസം. ജീരകവെള്ളം തിളപ്പിച്ച് വെച്ചാട്ടോ ഞാൻ. നല്ലതാട്ടോ, വെറും വയറ്റിൽ ജീരകവെള്ളം കഴിക്കുന്ന പൊണ്ണത്തടിയെല്ലാം കുറയും. എനിക്ക് പൊണ്ണത്തടിയൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെന്താ, എൻ്റെ വീട് മൊത്തം ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടില്ലല്ലോ ആരും. മൊത്തം ഒന്ന് കാട്ടിത്തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ എൻ്റെ ക്രോക്കറി ഐറ്റംസ് ആട്ടോ. ഇതൊന്നും മൊത്തത്തിൽ ഒന്നായിട്ട് ഒരുമിച്ച് ഒരുത്തിന്ന് വാങ്ങിയതൊന്നല്ല കേട്ടോ. ഇത് ഒരുപാട് സ്ഥലത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളുണ്ട്. ഞാൻ പിന്നെ ഹൈലൈറ്റ് മാളിലെ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതുണ്ട്. പിന്നെ മലപ്പുറം കയ്യിൽ നിന്ന് വാങ്ങിയതുണ്ട്. പിന്നെ പറമ്പത്ത് കയ്യിൽ നിന്ന് വാങ്ങിയതുണ്ട്. പിന്നെ പറമ്പത്തല്ല, എന്താ പറയുക, അവിടെ പുതിയങ്ങാടി ഇല്ലേ, കയ്യിൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്, മലപ്പുറക്കാർ തന്നെയാണ്, അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ ഐക്യയിൽ നിന്ന് വാങ്ങിയതുണ്ട്. ഒക്കെ ഒരുപാട് ഐക്യൻ്റെ സാധനങ്ങൾ ഒരുപാടുണ്ട്. ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് രാജ്യത്തൊന്നും ഐക്യമുള്ളത്, എല്ലായിടത്തിലൊന്നുമില്ല ഐക്യ.
പിന്നെ എവിടെയൊക്കെ അതാ എന്തൊക്കെയോ നിരത്തി വെച്ചിട്ട് മക്കൾ ബുക്കു അന്നലെ ഗസ്റ്റ് വരുമ്പോൾ പഠിച്ചുകൊണ്ട് എഴുതിയോണ്ട് നിൽക്കുക അതിനപ്പോൾ പിന്നെ എഴുതുന്നിടത്ത് നോലെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ച് പോയാ. ഇതെൻ്റെ തയ്യൽ മെഷീനാണോ. ഉഷ ജനോമി നല്ല മെഷീനാട്ടോ. അത് എത്രയോ വർഷമായി, എത്രയോ വർഷം എന്ന് വെച്ചാൽ 5-8 വർഷമൊക്കെ. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നില്ല. സൂപ്പർ സാധനം. എനിക്കിഷ്ടം അതുമ്മ തയ്ക്കുക. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ, വിവരങ്ങൾ. പിന്നെ വേറെന്താ ഒക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് ഇൻഷാ അല്ലാ. ഇതാ മക്കളെ പരിപാടി കേട്ടോ ഇത്. ഇവിടെ ടി വിയുടെ മുന്നിൽ കിടന്നിട്ട് സ്കൂളിലാലോ, യൂട്യൂബിൽ ഓല റൂം അതാ ഓല് കിടന്ന പൊതുപ്പ് വരെ ഓല് മടക്കി വെച്ചില്ലാണ്ടോ. ഓലെ റൂമാണ്. പൊതുപ്പൊന്നും മടക്കി വെക്കാതെ ഇതൊക്കെ തുറന്നിട്ട് ഓലെ പുസ്തകം വെക്കുന്ന സ്ഥലമാണിത്. എന്നിട്ട് ഓലയുടെ പുസ്തകം വെച്ച് നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഓരോ സ്ഥിതി. അവരെ സ്ഥിതിഗതികൾ. അവർ രണ്ടാളും ചെറുതായിട്ടുള്ള ഒരു ഫോട്ടോ. വലിയ ആള് നഴ്സറി പോകുമ്പോഴുള്ള ഫോട്ടോസാണ്. ചെറിയ ആൾക്ക് എത്ര ഒരു 1.5 വയസ്സോ അങ്ങനെ തോന്നുന്നു ആ സമയത്ത്. നല്ല മഴ ആണ്. മഴൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവൂലേ. എൻ്റെ മീനുകളാട്ടോ അത്. കാണിക്കുകയാണ് ഇവിടെ മൊത്തം ഒന്ന് കാണിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും വിചാരിക്കും ക്ലിയറായിട്ട് വീഡിയോ എടുത്ത് ഒക്കെ കാണിച്ച് തരണം എന്നൊക്കെ. പുറത്ത് ഇതാ നല്ല കാറ്റും മഴ കേട്ടോ. എൻ്റെ വീടിൻ്റെ കൊലായിയാണത്. ഉള്ളിൽ ചെടികളൊക്കെ ഉണ്ട്. ഇതാ ഒന്നും നോക്കലില്ല. അപ്പം മഴ ആയാലൊന്നും നോക്കലില്ല ഞാൻ. ചെടിയൊക്കെ നല്ലോണം ഉണ്ട്. വരുന്ന കുയ്ക്കോ നല്ല മഴ, നല്ല കാറ്റ്, മഴ. കൊടയിലേക്ക് കയറി കിടക്കാൻ വേണ്ടി വരിക മുക്കറി മഴ ആയിട്ട്. വീട്ടിലൊക്കെ ചെടിയൊക്കെ ഉണ്ടാവും. എനിക്ക് ഇഷ്ടമാട്ടോ ചെടി. മഴ ആയിട്ടൊന്നും നോക്കാനും നന്നാക്കാനും ഒന്നും പറ്റുന്നില്ല. ഇതൊക്കെ ഹാങ് ചെയ്തിട്ടാണ് ഞാൻ. ഇത് വീടിൻ്റെ പേരാട്ടത് റാഹത്ത് മനസ്സ്. കണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലിയറായിട്ടൊരു ദിവസം വീഡിയോ എടുത്തിട്ട് ഇതാണ്. ഞാൻ എത്ര ആൾ ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഒന്ന് ക്ലിയറായിട്ട് വിടണോ എന്നുള്ളത്. അങ്ങനെ ആരുമല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സുകളും എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും അങ്ങനെ എൻ്റെ കുടുംബങ്ങൾ എന്നെ നല്ലോണം കണ്ടില്ല. എല്ലാവരും ഒന്നും കണ്ടില്ല എൻ്റെ വീട്. പിന്നെ ചെറുമാതിരിയുള്ള കൂടൽ. അതിനാദ്യം ഒരു വീടെടുത്തിന്. അപ്പോൾ അവിടെ നല്ല കൂടലെല്ലാം കഴിച്ച് 1500 ആളൊക്കെ വിളിച്ച് കൂടലൊക്കെ കഴിച്ച്. അപ്പോൾ പിന്നെ അവിടെ കുഴൽ വെള്ളമായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ചളിയാക്കിയിട്ടുണ്ട്. കണ്ടോ? ഒന്ന് ക്ലിയർ ആക്കണം. മദ്രസയിൽ പോയിന് മോളന്നപ്പോൾ ചളിയാക്കി വന്നു. പിന്നെ മൻസൂർക്ക അവിടെ പോയി, മടവൂർ പോയാൽ കാറിലാണ് പോയി. വണ്ടി ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യ്.
പിന്നെ ഞാനങ്ങനെ വീഡിയോസ് ഇടലൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒരു മൂഡ് വരുമ്പോൾ എപ്പോഴെങ്കിലും ഇപ്പം ഇങ്ങനെ തോന്നിയതാണ് വെറുതെ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന്. രാവിലെ എണീച്ച് തരാം അങ്ങനെ വീഡിയോ എടുത്തതാ, അല്ലാതെ നന്നാക്കി എടുത്തിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ ഒന്ന് എടുത്തതേ ഉള്ളൂ. ക്ലിയർ ആയിട്ടൊന്നുമില്ല. ക്ലിയർ ആക്കിയൊക്കെ ഞാൻ പിന്നീട് എടുത്തു തരും. മഞ്ഞ റോസാപ്പൂ ഉണ്ടാവില്ല, നല്ല മഴ ആണ്. എന്നാൽ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വിശദമായിട്ട് വീഡിയോ എടുത്തിട്ടിടുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.